നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഫുട്ബോൾ ലോകം കടക്കുന്ന സമയത്ത് ഓരോ ടീമുകളും അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് വരികയാണല്ലോ. ബ്രസീൽ ഇപ്പോൾ അവരുടെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ബേസ് ഏതാണ് എന്നുള്ളത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഫിഫക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ഫിഫ അത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്നലെ CBF അക്കാര്യം അറിയിച്ചിരുന്നു. നമ്മൾ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് കൊളംബിയ പാർക്ക് ട്രെയിനിങ് സെൻറ്റർ, മോറിസ് ടൗണിലെ കൊളംബിയ പാർക്ക് ട്രെയിനിങ് സെൻറ്ററിലാണ് ബ്രസീൽ ട്രെയിനിങ് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽ ദി റിഡ്ജ്, ബാസ്കിൻ റിഡ്ജിലെ ഹോട്ടൽ ദി റിഡ്ജിലാണ് ബ്രസീൽ താമസിക്കാൻ പോകുന്നത്. രണ്ടും ന്യൂജേഴ്സിലാണുള്ളത്, അമേരിക്കയുടെ അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റ്. അപ്പം ഇത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും 2026 വേൾഡ് കപ്പിന്. ഫിഫ അത് CBFന് അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ സന്തോഷത്തിലാണ് കാർലോ ആഞ്ചലോട്ടിയും CBFൻ്റെ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയാണ് ബ്രസീലിന് വേണ്ടത് എന്ന് അദ്ദേഹവും കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBF അതിനു വേണ്ടി മൂവ് നടത്തിയത്. ഇപ്പോൾ ഫിഫ അത് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രസീലിൻ്റെ ഈ നീക്കങ്ങളിൽ ഈ സ്ഥലം കിട്ടിയതിലൊക്കെ ആഞ്ചലോട്ടി വളരെ ഹാപ്പിയാണ്. ആഞ്ചലോട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം CBF തന്നെ പുറത്തുവിടുന്നു. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ പുതിയ, വളരെ മോഡേൺ ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുമുള്ള, ഞങ്ങളുടെ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനെ ഞാൻ ഇപ്പോൾ റെഡ് ബുളിനോട് ഞങ്ങൾ നല്ല രൂപത്തിൽ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ്, ഇത് പല ടീമുകളും ആഗ്രഹിച്ച സ്പേസാണ്. ആ സ്പേസ് നമുക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിപ്പം ഖത്തറിലെ വേൾഡ് കപ്പ് നടന്ന പോലെയല്ല. ഖത്തറിലെന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്ത് കളിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല, വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ലാൻഡിൽ പലയിടത്തേക്കും ട്രാവൽ ചെയ്ത് കളിക്കണം. അപ്പോൾ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോ ടീമുകളും അവരുടെ ബേസ് ഏതാണെന്ന് തീരുമാനിക്കും. എന്തായാലും ബ്രസീലിന് ലഭിച്ച ഈ ഒരു ബേസിൽ ആഞ്ചലോട്ടി വളരെ ഹാപ്പിയാണ്. എല്ലാവരും ആഞ്ചലോട്ടിയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ കോളപ്പിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. നെയ്മർ ജൂനിയർക്ക് മടങ്ങിയെത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യവും അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആഞ്ചലോട്ടി തന്നെ പലവട്ടം പറഞ്ഞതാണ്, മാർച്ചിൽ ഇൻ്റർനാഷണൽ കോളപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ടീമിലുള്ള ഏതാണ്ടൊരു സൂചന നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുമെന്ന്. കാത്തിരിക്കാം ആഞ്ചലോട്ടിയുടെ ആ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.